നമസ്കാരം, ഞാൻ സേതു മാധവൻ, ദീപാഞ്ജലി ഗ്രൂപ്പ് ഓഫ് ആയുർവേദ MD ആണ്. ഇന്നിവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഷിഗല്ലയെ കുറിച്ചിട്ടാണ്. ഏവർക്കും അറിയാം, ഇപ്പോൾ ഏറ്റവും അധികം കേരളത്തിൽ ഭീതി പടർത്തുന്ന ഒരു അസുഖമാണ് ഷിഗല്ല. ഈ അസുഖത്തിൻ്റെ കാരണം എന്താണെന്നും ആയുർവേദത്തിലൂടെ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം, അതാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. പ്രധാനമായും മലിനമായ വെള്ളത്തിലൂടെയും കേടായ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയുമാണ് ഈ ഷിഗല്ല ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. വൃത്തിഹീനമായ സാഹചര്യം ഇതിൻ്റെ ആക്കം കൂട്ടുന്നു. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വയറുവേദന, വയറിളക്കം, അസഹ്യമായ തലവേദന, പനി, അതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ആയുർവേദത്തിൽ പ്രവാഹിക അല്ലെങ്കിൽ അതിസാരം എന്നീ കണ്ടീഷനായിട്ടാണ് ഇതിനെ താരതമ്യപ്പെടുത്തുന്നത്. ആയുർവേദത്തിൽ ഈ അസുഖത്തെ പ്രതിരോധിക്കാൻ 3 ലളിതമായ കാര്യങ്ങൾ നമുക്ക് ശ്രവിക്കാം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. വെള്ളം തിളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുത്തങ്ങ, ജീരകം, ചുക്ക് എന്നിവ അതിൽ ചേർക്കുക. അത് നമ്മുടെ ദഹനശേഷിയും ഇതിൻ്റെ അണുക്കളെ നശിപ്പിക്കാനും സഹായിക്കുന്നതാണ്. ഈ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ലഘുവായ ഭക്ഷണം മാത്രം ഉപയോഗിക്കുക. കഞ്ഞിയോ മോരിൻ വെള്ളമോ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. പാലുൽപ്പന്നങ്ങളും എരിവും പൂർണ്ണമായും ഒഴിവാക്കുക. കുടലാരോഗ്യം സംരക്ഷിക്കാൻ മാതള നാരങ്ങ ജ്യൂസ് അടിച്ചു കുടിക്കുന്നത് നല്ലതാണ്. വ്യക്തി ശുചിത്വമാണ് ഈ അസുഖത്തിന് ഏറ്റവും പ്രധാനം. ഇപ്പോൾ നിങ്ങളുടെ അസുഖത്തിൻ്റെ കാഠിന്യം കൂടുതലാണെങ്കിൽ അടുത്തുള്ളൊരു ഡോക്ടറുടെ അഡ്വൈസ് തേടുന്നത് വളരെ നന്നായിരിക്കും. സ്വയം ചികിത്സിക്കാതിരിക്കുക. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫലപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഹെൽത്തി ടിപ്സിന് വേണ്ടി ദീപാഞ്ജലിയുടെ പേജ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.